നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സൃഷ്ടാവായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വർണ്ണിച്ചാൽ അത് വർണ്ണനാതീതമാണ്, നമ്മുടെ വാക്കുകൾക്ക് അപ്പുറമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് മാനുഷികമായ നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും അറിവുകൾക്കുമൊക്കെ വളരെ അപ്പുറത്താണ്. 33 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ദൈവം അരുളി ചെയ്തത് തന്നെ സംഭവിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മാത്രമാണ് സകലവും സ്ഥാപിതമായിരിക്കുന്നത്. അവൻ്റെ വാക്കിനാൽ സർവത്തെയും ഉളവാക്കിയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം പറഞ്ഞത്, ദൈവം അരുളി ചെയ്തത് തന്നെ സംഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അതെങ്ങനെയാണോ ആവിഷ്കരിച്ചിരിക്കുന്നത്, അതങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായിത്തീരും. ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം അതാർക്കും മാറ്റിക്കളയുവാൻ സാധ്യമല്ല. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഒരുവൻ്റെ മുമ്പിൽ ഒന്നടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയത്തില്ല. കാരണം അങ്ങനെ സംഭവിച്ചു. എങ്ങനെ? ദൈവം അരുളി ചെയ്തത് തന്നെ സംഭവിച്ചു. ഒരു മാറ്റവും വരാതെ, അതിനൊരു വ്യത്യാസവും കാണാതെ അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അതെങ്ങനെയാണോ ദൈവം കൽപ്പിച്ചിരുന്നത്, അതങ്ങനെ തന്നെ സ്ഥാപിതമാകുകയാണ്, ഉണ്ടാകുകയാണ്. ഒരു കാര്യം നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിരിക്കുന്ന ബുദ്ധിയും നമ്മുടേതായിരിക്കുന്ന കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിട്ടാണ് ദൈവികമായ പദ്ധതികൾ നടക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തായിട്ടാണ് ദൈവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും അസ്വാഭാവികമായ കാര്യമല്ല. അതെല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ തന്നെയാണ്, ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്. അത് തിരിച്ചറിയുവാൻ ആ ദൈവിക പ്ലാനും ദൈവിക പദ്ധതിയും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പലയിടത്തും നമ്മൾ പരാജയമേൽക്കേണ്ടി വരും, തോൽവി സമ്മതിക്കേണ്ടി വരും. ആകയാൽ ദിവസങ്ങളിലൊക്കെ ഇത് തിരിച്ചറിയുവാനുള്ള മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ കഴിവുകൾ കൊണ്ടോ
മറ്റുള്ളതായ വിദ്യാഭ്യാസം നൈപുണ്യം കൊണ്ടോ ഒന്നും ഇത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവിക പദ്ധതികളെയും ദൈവിക പ്ലാനുകളെയും ദൈവിക വാഗ്ദത്തങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ വന്നേ പറ്റത്തുള്ളൂ, ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റത്തുള്ളൂ, അത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ആകെ ദിവസങ്ങളിലൊക്കെ ദൈവത്തോടടുത്ത് വന്ന് അധികമായി ഈ ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട ആയുസ്സ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾ അത് വളരെ സൂക്ഷ്മതയോടെ വളരെ പ്രാർത്ഥനാപൂർവം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.